കുറേ ആൾക്കാർ നമ്മൾ ശോഭേച്ചിനെ വേണ്ടാത്ത പറഞ്ഞെടുക്കുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ശോഭേച്ചിക്ക് സംസ്ഥാന പ്രസിഡന്റാകത്തിൽ ഭയങ്കര സങ്കടമാണ്. ശോഭേച്ചി ഇങ്ങനെ ആറ്റു നോറ്റിയിരുന്നേ കണ്ണിൽ എണ്ണയിച്ച് നിന്നെയാണ് ശോഭേച്ചിനെ സുരേന്ദ്രനെ മാറ്റിക്കഴിഞ്ഞാൽ ശോഭേച്ചി ആയിരിക്കുന്നെല്ലാം പറ്റും. മാധ്യമങ്ങളെ വെറുതെ നിങ്ങൾ അത് ചോദിച്ചുകൊണ്ട് നിന്നിട്ട് നമ്മൾ ശോഭേച്ചിനെ വെറുതെ കരയിപ്പിക്കല്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ എങ്ങനെയല്ലോ ആ ഉള്ളി സുരേനെ ചവിട്ടിയാണ് തായിലിട്ടെ. അപ്പോഴൊരു പുതിയൊരുത്തൻ കയറി വന്നിട്ട് ഇതുവരെ ഓനെ കണ്ടില്ല. കർണാടകയിൽ അങ്ങനെ ഓ മൊയലാളിയാന്ന്, ഈശാന്റെ മൊയലാളി. ശോഭേച്ചിക്ക് എന്താ ഉള്ളത്? ശോഭേച്ചിക്ക് ഒന്നുമില്ല. ശോഭിച്ചിനായിക്കൂടി നിങ്ങൾക്ക്. എന്നാലും ശോഭേച്ചി ഒന്നും പുറത്തു പറയില്ല. ശോഭേച്ചി മനസ്സിൽ എല്ലാം അടക്കി ഒതുക്കിയിട്ട് പൊരുതും. സ്വയം സേവകയാന്ന് എൻ്റെ ശോഭേച്ചി. ശോഭേച്ചി പറയും, നിങ്ങൾ കേട്ടാട്ടെ. അതായത് ഒരു കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ടെക്നോക്രാറ്റ്. അടച്ചോനെ, ടെക്നോക്രാറ്റാ ശോഭേച്ചി? നിങ്ങൾ വേണ്ടാത്ത സാധനം ഒന്നും പറഞ്ഞേക്കല്ലേ. അതിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ശോഭേച്ചി നിങ്ങൾ പെണിയും, നിങ്ങൾ മുന്നേറി കണിഞ്ഞാന്ന്. അല്ല പിന്നെ ശോഭേച്ചിക്ക് ഇംഗ്ലീഷ് അറിയില്ല നിങ്ങളെ ധാരണ അല്ലേ? നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്നോണ്ടല്ലേ നിങ്ങളെ മറ്റേ ചന്ദ്രശേഖരനെ പിടിച്ചാക്കിനി. ശോഭേച്ചി ഇനി ഇംഗ്ലീഷാണ്, ഇനി മൊത്തം അങ്ങോട്ട് ഇംഗ്ലീഷാണ്. വിട്ടുകൊടുക്കണ്ട ശോഭേച്ചി. ശോഭേച്ചി അടുത്ത പറയുന്നത് നിങ്ങൾ കേൾക്കടാ. അതായത് ഒരു കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ടെക്നോക്രാറ്റ്. അങ്ങനെ ഒരാൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇരട്ടി മധുരമുണ്ടാകും എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ശോഭേച്ചി അറിയാണ്ട് പറഞ്ഞാണെങ്കിലും സംഭവം BJP എന്ന് പറഞ്ഞ ബിസിനസ്സാന്ന് ശോഭേച്ചി അങ്ങ് ഉറപ്പിച്ചു കേട്ടാ. ചന്ദ്രശേഖരനാകുമ്പം ഏഷ്യാനെറ്റും മറ്റുള്ള സംഭവമായിട്ട് ബിസിനസ് ശീലമുണ്ടല്ലോ. പിന്നെ മൂപ്പർ കൃത്യമായിട്ട് തൊഴിലാളികൾക്ക് പൈസയും കൊടുക്കും. മറ്റേ നായിണ്ടല്ല ഉള്ളിസൂര ചേറ്റ പാട്ടി തേണ്ടി ശോഭേച്ചിന്റെ ഭാഷയിലാന്ന്. ശോഭേച്ചിക്കൊന്നും ഒരു ഉറുപ്പ്യ എടുത്തില്ല. കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പ്യ അമിത്ഷാജി ഇങ്ങോട്ട് കൊടുത്ത്. അമിട്ട്ജി ഈ നായിണ്ടല്ല സുരേന്ദ്രൻ ഓൻ്റെ മോനും മാത്രം വെള്ളപ്പണവും കള്ളപ്പണമെല്ലാം ആയിട്ട് ഒരു ഉറുപ്പ്യ എൻ്റെ ശോഭേച്ചി കിട്ടില്ല. ശോഭേച്ചിക്ക് എന്താ കിട്ടിയെന്ന് അറിയാം, മഞ്ഞൾ ശോഭ എന്നുള്ളൊരു വിളി മാത്രം. പിന്നെ കുലസ്ത്രീ എന്ന് അതാരാ വിളിക്കുന്നത്? ഇവരെ ടീം തന്നെ അല്ലേ? സഹാക്കന്മാരോ കോൺഗ്രസ്സാറെല്ലാം വിളിച്ചെങ്കിൽ സഹിക്കുന്നു. സംഘികൾ തന്നെ സുരേന്ദ്രനെ എതിർക്കുന്നെന്നും പറഞ്ഞു. സുരേന്ദ്രൻ എൻ്റെ ശോഭേച്ചി എതിർക്കുന്നെന്നും പറഞ്ഞു. എൻ്റെ ശോഭേച്ചി ഉണ്ടല്ല കുലസ്ത്രീയാടാ. BJPയിൽ ഇപ്പം നിലനിൽക്കുന്ന അന്യം നിന്ന് ഒരേ ഒരു കുലസ്ത്രീ. നിങ്ങളത് മനസ്സിലാക്കണം കേട്ടാ. ശോഭേച്ചി പറയുന്ന അടുത്ത നിങ്ങൾ കേൾക്ക്. എന്തായാലും നിങ്ങൾക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും, ഞങ്ങൾക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും. ശോഭേച്ചി എന്താ പറഞ്ഞത് മനസ്സിലായ? ഇനി അടുത്ത ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മതേതര വിശ്വാസികളെ എല്ലാ സമാധാന പ്രിയർക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടാവും. ശോഭേച്ചിക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാവും. സംബന്ധിച്ചില്ല ശോഭേച്ചി അടക്കന്ന് കളിച്ചിട്ട് BJPനെ തോപ്പിക്കും. അപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമാവും, ശോഭേച്ചിക്ക് വളരെ സന്തോഷമാവും. പെട്ടെന്ന് തന്നെ ചന്ദ്രശേഖരൻ നമുക്ക് തായിലിറക്കുകയും ചെയ്യാം. ശോഭേച്ചിന്റെ സ്ഥാനാരോഹണം തുടരും. അല്ല ശോഭേച്ചിന്നുണ്ടല്ലോ എന്നെ നീറി കരയാണ് ശോഭേച്ചി ഉള്ളിൽ. ഇനി നിങ്ങൾ മാധ്യമങ്ങളെ തന്നെ ശോഭിച്ചിനെ വിട്. ശോഭിച്ച് എങ്ങനെയെങ്കിലും BJPനെ തോപ്പിച്ചിട്ട് ആ ചന്ദ്രശേഖരനെ തായിലിറക്കാനുള്ള അത് കഴിഞ്ഞിട്ട് തന്നെ എൻ്റെ ശോഭേച്ചി മുടി വരെ കിട്ടൂ കേട്ടാ. മുന്നേ പെട്രോളിന്റെ വില ഓർക്കാൻ വേണ്ടി പോയിട്ട് ശോഭിച്ച് ഗ്യാസിന്റെ വില ഓർക്കാൻ വേണ്ടി പോയിട്ട് ശോഭിച്ച് തോറ്റുപോയതാ. അതുപോലെ ആയിരിക്കില്ല ഇത് ശോഭിച്ച് ജയിച്ചിട്ടേ വരൂ. ചന്ദ്രശേഖരനെയും ഈ BJPനെയും കേരളത്തിന് ആട്ടി ഓടിക്കും ശോഭിച്ച്. അത് കഴിഞ്ഞിട്ട് ശോഭിച്ച് ഒന്നെങ്കിലും CPMലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകും. ഒന്നും നോക്കൂല, ഒരു രക്ഷയില്ലെങ്കിൽ ഒന്നും നോക്കാനില്ല. ശോഭിച്ചിക്ക് ജയ്.